ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് സിറ്റുവേഷൻ. ഞാൻ അജിതയാണ്. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് തന്നെയാണ്. എൻ്റെ ചാനലിൽ ഇന്ന് എത്തി നിൽക്കുന്നത് 4K അടിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനൊരു 4K എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ കൂടെയുള്ളവരോടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 7 മാസം കഴിഞ്ഞു കേട്ടോ. 7 മാസം കഴിഞ്ഞു. ജൂൺ 28-ാം തീയതിയായിരുന്നു ഞാൻ എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എൻ്റെ ചാനലൊന്ന് നേരെ നിർത്താൻ വേണ്ടിയിട്ട്. കാരണം സബ്ബില്ല, സ്റ്റാർട്ടിങ്ങിലൊന്നും സബ്ബില്ല, പിന്നെ വാച്ച് അവറില്ല, ഒന്നും തന്നെയില്ല. പിന്നെ ചാനൽ ഒന്ന് ഇത്തിരി അങ്ങോട്ട് കയറുന്ന പോലെ തോന്നും, പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്ന പോലെ തോന്നും, കയറുന്ന പോലെ തോന്നും, ഇറങ്ങുന്ന പോലെ തോന്നും. അപ്പം അങ്ങനെ നമുക്കൊരു വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണം, എനിക്കൊരു വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്തിടാനോ ഉള്ള സൗകര്യങ്ങളോ ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും എനിക്കിവിടെ കിട്ടുന്നില്ല. ഞാനിവിടെ കുവൈറ്റിലാണ്, ഒരു അറബി വീട്ടിലാണ് നിൽക്കുന്നത്. 2 കുട്ടികളെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളൊരു സാഹചര്യവും സമയവും നമുക്ക് അവർ തരുവാണെങ്കിൽ കുഴപ്പമില്ല. അതൊന്നും നമുക്ക് തരുന്നില്ല കേട്ടോ. രാവിലെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത് രാത്രിയിൽ ഇവിടുത്തെ 12, 12:30, ചില ദിവസം 1 മണി, 1:30 മണി വരെയൊക്കെ പോകും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുക. അപ്പം അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഈ റൂമിൽ, ഈ കാണുന്ന ഈ ചെറിയ റൂമിൽ, ഈ ചെറിയ റൂമിൽ വന്നിരുന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആടി തീർത്ത വേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയാണ് അത്. ഫുള്ളായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ, ചെറിയൊരു ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് 2 ഭാഗങ്ങൾ. ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട് കേട്ടോ. അതുപോലും ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടൊന്നും ഈ കിട്ടുന്ന സമയത്തിനകത്തുകൊണ്ട് നമുക്ക് ഒരു ചാനലിനെ പെട്ടെന്ന് വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ചാനലിനെ നമ്മൾ അതിൻ്റെ മോണിറ്റൈസേഷനിലേക്ക് എത്തിക്കാനോ ഒന്നിനും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇതും കിട്ടാൻ പോകുന്നില്ല, വാച്ച് അവറായിട്ട് വ്യൂവേഴ്സായിട്ട് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഭയങ്കര വിഷമമായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ലൈവ് ഇടാൻ തോന്നിയത്. അങ്ങനെ ഞാൻ ലൈവ് ഇട്ടു. ലൈവ് ഇടുന്ന സമയമെന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്, ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ റൂമിലെത്തുന്ന സമയത്ത് തന്നെ ഞാൻ ലൈവ് ഇടാൻ തുടങ്ങി. ചെറിയ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി, സ്റ്റോറി ഇട്ടു. പിന്നെ ലൈവിലൂടെ തന്നെ ഇരുന്നിട്ടാണ് എൻ്റെ ചാനൽ മോണിയാക്കിയത് തന്നെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ്. എല്ലാവരും, ഒരാളെന്നല്ല കേട്ടോ, ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയത്. അപ്പം മോണിറ്റൈസേഷനും ആയി, ആ ഒരു സന്തോഷമുണ്ട്. അതിനൊരു വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ ചെയ്യുന്നില്ല, അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറയാനുള്ളത്, എൻ്റെ ചാനലിൽ 4K അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 5-10 സബ് അല്ലെങ്കിൽ ഒരു 20 സബ്ബൊക്കെ ആയിട്ട് അതിൽ നിന്ന് ഒരു സബ്ബോ 2 സബ്ബൊക്കെ കുറയുമ്പം ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഒരു തവണ ഒരു 23 തോന്നുന്നു കേട്ടോ, വെറും ഒരു 23 വാച്ച് അവറിൽ നിൽക്കുകയാണ് എൻ്റെ ചാനൽ. പെട്ടെന്ന് അതിൽ നിന്ന് കുറഞ്ഞ് 13-ലേക്ക് വന്നു, 12-ലേക്ക് വന്നു, 10-ലേക്ക് വന്നു. പിന്നെ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അവിടെ 0 ആകുമല്ലോ. അവിടെ 0 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ ലൈവ് ചെയ്തതിന് ശേഷം ഓരോ ദിവസവും സബ്ബും വരുന്നത് ഞാൻ അറിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വാച്ച് അവറും കയറുന്നത് ഞാൻ അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ചാനൽ മോണിറ്റൈസേഷനാക്കി തന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരോട്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി. ഉറക്കം ഇളച്ച്
കാരണം ഇവിടുത്തെ 12 മണി എന്ന് പറഞ്ഞാൽ 12:30 എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ 3 മണി 3:30 മണിയൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ 2:30 തൊട്ട് 2:30 3:30 ആ ഒരു ടൈമാണ്. ആ സമയത്തൊക്കെ ഉറങ്ങിയിട്ട് എണീറ്റ് വരുന്നവരുണ്ട്. എൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം വന്ന് നോക്കിയിട്ട് എണീറ്റ് വരുന്നവരുണ്ട്. കാരണം എല്ലാവർക്കും കണ്ടപ്പം തോന്നിയത് ഒരു പാവമാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ. എനിക്ക് തോന്നിയേക്കുന്നത് മുഴുവനും അങ്ങനെ കേട്ടോ. എങ്ങനെയെങ്കിലും നമ്മളെക്കൊണ്ട് ആർക്കും ആരെയും കൊടുത്ത് സഹായിക്കാനില്ലല്ലോ, പിന്നെ പോയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളല്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ബാഡ് കമൻറ്റ് ഇട്ടവരും ഉണ്ട്, നല്ല കമൻറ്റ് ഇട്ടവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്തവരിൽ എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 4K കിട്ടിയപ്പോൾ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ തയ്യാറായത് കേട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചെറിയ ഈ കുടിൽ പോലത്തെ ഇങ്ങനത്തെ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നേടാൻ സാധിക്കും കേട്ടോ. നേടുക തന്നെ ചെയ്യും. അത്ര എനിക്ക് പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ കാണുക. ഇഷ്ടമാകുന്ന വീഡിയോസിന് മാത്രം ലൈക്കും കമൻറ്റും തരിക. ഇഷ്ടമല്ലാത്ത വീഡിയോസ് നിങ്ങൾ അങ്ങനെ തന്നെ വിട്ടേക്ക്, അത് നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട കേട്ടോ. അതുപോലെ എൻ്റെ സ്റ്റോറി ഇപ്പോൾ 2 ഭാഗങ്ങൾ, ചെറിയ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, അത് രണ്ടും ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അത് കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഉടനെ തന്നെ എൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉടനെ തന്നെ പബ്ലിഷ് ആകും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.